ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരയ്ക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 കാണണം. പാർട്ട് 1 കണ്ടിട്ട് വേണം ഈ പാർട്ട് കാണാൻ വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ഡിസ്കഷൻ നടത്തിയിട്ട് തുടക്കം മുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നു. എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്? എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഈ എക്സ് എന്താ? ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ്. എ എന്താ? ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താ വിളിക്കുക? ഫേസ് ഓർ ഫേസ് ആംഗിൾ. ഒമേഗ എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി. ഫൈവ് എന്താണ്? ഇനിഷ്യൽ ഫേസ് ഓർ ഫേസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കാം. ഒമേഗ ടി പ്ലസ് ഫൈവ് ആൻഡ് എക്സ് ഒരു ടേബിൾ വരയ്ക്കുകയാണ്. നോക്കുക, ഒമേഗ ടി പ്ലസ് ഫൈവ് 0 ആണെന്നായിരിക്കുക. 0. എക്സ് എത്രയായിരിക്കും? ഒമേഗ ടി പ്ലസ് ഫൈവ് 0 ആണെങ്കിൽ കോസ് 0 എന്ന് ഇവിടെ വരും അല്ലേ? കോസ് 0. കോസ് 0 എത്രയാണ്? 1 ആണ്. കോസ് 0 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എ എത്രയാണ്? എ ആണ് വരിക. ഇനി ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ളത് 90 ഡിഗ്രി എന്നായിരിക്കുക. 90 ഡിഗ്രി. ഇത് 90 ആണെങ്കിൽ കോസ് 90 എത്രയാണ്? 0 ആണ്. കോസ് 90 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു എ 0 ആണ്. ഓക്കെ, ഒമേഗ ടി പ്ലസ് ഫൈവ് 180 ഡിഗ്രി എന്നായിരിക്കുക. 180 ഡിഗ്രി. കോസ് 180 എത്രയാണ്? -1 ആണ്. കോസ് 180 -1. -1 ഇൻറ്റു എ മൈനസ് എ. ഇനി 270 ഡിഗ്രി. കോസ് 270 ഡിഗ്രി എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു എ 0 ആണ്. 360 ഡിഗ്രി. ഒമേഗ ടി പ്ലസ് ഫൈവ് 360 ഡിഗ്രി ആണെങ്കിൽ കോസ് 360 എത്രയാണ്? 1 ഇൻറ്റു എ. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാം. എക്സ് ഒമേഗ ടി പ്ലസ് ഫൈവും എക്സ് നമ്മളൊരു ഗ്രാഫ് വരച്ച് നോക്കാം. ഇതാ, ഇവിടെ ഒമേഗ ടി പ്ലസ് ഫൈവ്, ഇവിടെ എക്സ്. ഓക്കെ, എക്സിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് എ ആണ്. ഞാനത് മാർക്ക് ചെയ്യാം. എ ആണ്. മിനിമം വാല്യൂ വരുന്നത് -a ആണ്. ഓക്കെ, ആംഗിളുകൾ ഞാൻ മാർക്ക് ചെയ്യാം. 360 വരെ. ഇത് 180 എന്നായിരിക്കാം. അപ്പോൾ ഇത് 270, ഇത് 90, ഇത് 0. ഓക്കെ, ഗ്രാഫ് മാർക്ക് ചെയ്യാണ്. 0യിൽ എത്ര വാല്യൂ? എ അല്ലേ? 0യിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എ ആണ്. ഇതാണ്. 90യിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. 90യിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ ഹിയർ ഇറ്റ് സെൽഫ്, അവിടെ തന്നെ. 180യിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? -a ആണ്. -a മീൻസ് 180യിൽ -a. ഇവിടെയാണ്. 270യിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇവിടെ തന്നെയാണ്. 360യിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എ ആണ്. ഇവിടെ. ഇത് നമ്മൾ കണക്ട് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക? ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഫേസും തമ്മിലുള്ള ഗ്രാഫ്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അത് ആ കോസിൻ്റെ ഒരു കർവാണ്. കോസാണത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ. ഇനി നമുക്ക് വെലോസിറ്റിയിലേക്ക് പോവാം. വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നോക്കുക, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. നമുക്കറിയാം എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. എങ്ങനെയാണ് വെലോസിറ്റി ഇക്വേഷൻ കിട്ടുക? നമുക്കറിയാം dx/dt ചെയ്താൽ മതി. dx/dt എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. എ കോൺസ്റ്റൻ്റ് അവിടെ നിർത്താം. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈനാണ്. ഇങ്ങനെ എഴുതുമ്പോൾ ഒമേഗ ടി പ്ലസ് ഫൈവ് അങ്ങനെ തന്നെ എഴുതാം. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈനാണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ഉണ്ട്. ഇനി ഒമേഗ ടി പ്ലസ് ഫൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഒമേഗ ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1, ഫൈയുടെ ഡെറിവേറ്റീവ് 0. എത്രയാണ്? ഒമേഗയാണ്. ഈ ഒമേഗ കൊണ്ട് നിങ്ങളിവിടെ ഇൻറ്റു ചെയ്യണം. ഓക്കെ,
അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. ഒമേഗ ടി പ്ലസ് ഫൈവ് ഡെറിവേറ്റീവ് എന്താണ്? ഒമേഗയാണ്. അതുകൊണ്ട് ഇവിടെ ഇൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? മൈനസ് ഒമേഗ എ. ഈ ഒമേഗ ഞാൻ ആദ്യം എഴുതിയതാണ്. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതാണ് വെലോസിറ്റി ഇക്വേഷൻ. മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, ഇതാണ് വെലോസിറ്റി ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ നമുക്കിന്ന് ഗ്രാഫ് വരയ്ക്കാം. എങ്ങനെ വരും നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കാം. ഞാനൊരു ടേബിൾ ആദ്യം ഉണ്ടാക്കുകയാണ്. ടേബിൾ നേരത്തെ പോലെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ ചെയ്ത പോലെ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. എന്തൊക്കെയാണ് ടേബിളിൽ? ഇതാ ഒമേഗ ടി പ്ലസ് ഫൈവും ആ ഫേസും വെലോസിറ്റിയുടെ വാല്യൂ നോക്കാം. 0, 90, 180, 270, 360 ഇത്രയും വാല്യൂസ് നമുക്ക് മതി. ഓക്കെ, ഒക്കെ ഡിഗ്രി തന്നെയാണ്. നോക്കാം. 0 ഒമേഗ ടി പ്ലസ് ഫൈവ് 0 ആകുമ്പോൾ എന്താ വരാം? ഇവിടെ 0 കൊടുക്കുമ്പോൾ നോക്കുക. സൈൻ 0 എത്രയാണ്? സൈൻ 0 ആണ്. 0 വരാം. 90 കൊടുക്കും. ഒമേഗ ടി പ്ലസ് ഫൈവ്ക്ക് വരാൻ നെഗറ്റീവ് കൊടുക്കുമ്പോൾ 90. സൈൻ 90 എത്രയാണ്? സൈൻ 90 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എ മൈനസ് ഒമേഗ എ. അപ്പോൾ മൈനസ് ഒമേഗ എ. ഇനി ഒമേഗ ടി പ്ലസ് ഫൈവ്ക്ക് 180 കൊടുക്കുക. സൈൻ 180 എത്രയാണ്? സൈൻ 180 0 ആണ്. അപ്പോൾ ഈ ടൈം 0 ആവും. 270 കൊടുക്കുക. ഓക്കെ, ഒമേഗ ടി പ്ലസ് ഫൈവ്ക്ക് 270 കൊടുക്കുക. 270 സൈൻ 270 മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു മൈനസ് ഒമേഗ എ. അപ്പോൾ പ്ലസ് ആവും. പ്ലസ് ഒമേഗ എ. ഇനി ഒമേഗ ടി പ്ലസ് ഫൈവ് 360 സൈൻ്റെ വാല്യൂ 0 ആണ്. 0 ആയിപ്പോൾ ഇതിൻ്റെ ഗ്രാഫാണ് നമുക്ക് വരേണ്ടത്. ഇവിടെ മൈനസ് ഉണ്ട്. ഇതിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. വെലോസിറ്റി ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതാ വലിയ വാല്യൂ വരുന്നത് ഒമേഗ എ. മാക്സിമം വാല്യൂ ഒമേഗ എ. മിനിമം വാല്യൂ മൈനസ് ഒമേഗ എ. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഓൾറെഡി ബി മാക്സ് എത്രയാണ്? വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? ഒമേഗ എ. അത് നമുക്ക് ആവശ്യമുള്ളൊരു ഇക്വേഷനാണ് കേട്ടോ. ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂന് എന്താ പറയുക? എ. ആംപ്ലിറ്റ്യൂഡ്. വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? ഒമേഗ എ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒമേഗ എ വരയ്ക്കാം. ഇവിടെ എന്ത് മാർക്ക് ചെയ്യാം? മൈനസ് ഒമേഗ എ മാർക്ക് ചെയ്യാം. ഇനി ആംഗിൾ 360 വരെ. ഇവിടെ 180, ദിസ് ഇസ് 270, ദിസ് ഇസ് 90, ദിസ് ഇസ് 0. നമുക്ക് നോക്കാം. 0യിൽ 0 ആണ് വെലോസിറ്റി. ഇതാണ് പോയിന്റ്. 90യിൽ മൈനസ് ഒമേഗ എ. 90യിൽ മൈനസ് ഒമേഗ എ. സോ ദിസ് ഈസ് ദ പോയിന്റ്. 180യിൽ 0. 180യിൽ 0. ഇതാണ് പോയിന്റ്. 270യിൽ ഒമേഗ എ. 270യിൽ ഒമേഗ എ മാക്സിമം വാല്യൂ. ഇവിടെയാണ് മാക്സിമം വാല്യൂ വരുന്നത് ഒമേഗ എ. 360യിൽ അഗെയിൻ 0. 360യിൽ 0. അപ്പോൾ വെലോസിറ്റി ഗ്രാഫ് ഞാനൊന്ന് കണക്ട് ചെയ്തിട്ടതാ. ഇങ്ങനെയാണ് വരുന്നത് വെലോസിറ്റി ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ഗ്രാഫ് ഇങ്ങനെ. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. വെലോസിറ്റി ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി ഗ്രാഫ്. വെലോസിറ്റി ഗ്രാഫും ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ ആക്സലേഷനോട് പറഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ. ഇനി നമുക്ക് വെലോസിറ്റിക്ക് ഇത് ടൈമിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ അല്ലേ? ടൈമിൻ്റെ ടേംസിലല്ല ഇക്വേഷൻ. എക്സിൻ്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എനർജി ഒക്കെ എഴുതുമ്പോൾ വളരെ അത്യാവശ്യമുള്ള ഇക്വേഷനാണ്. ഇതിനെ എക്സിലേക്ക് മാറ്റാൻ പറ്റും. ഇതിനെ നമ്മൾ എക്സിലേക്ക് മാറ്റാൻ പറ്റാണ്. വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എക്സ് മാറ്റാൻ പോവാണ്. വളരെ എളുപ്പമാണ്. നോക്കാം. വെലോസിറ്റി ഇപ്പോൾ എന്താ ഇക്വേഷൻ? മൈനസ് ഒമേഗ എ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതാണല്ലോ ഇക്വേഷൻ. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണല്ലോ ഇക്വേഷൻ. നോക്കുക, ഇതിൽ നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എത്രയാണ്? 1 അല്ലേ? അപ്പോൾ ഇതൊന്നും നമുക്ക് സൈൻ സ്ക്വയർ എക്സിന് എന്ത് എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ എക്സിന് എങ്ങനെ എഴുതാം? √1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഈ ഫോമിൽ ഒന്ന് ഞാൻ യൂസ് ചെയ്യട്ടെ. അപ്പം ഞാൻ ഈ സൈനിനെ ഇങ്ങനെ മാറ്റുകയാണ്. മൈനസ് ഒമേഗ ഇൻറ്റു √1 മൈനസ് കോസ് സ്ക്വയർ. നമ്മുടെ എക്സ് ഇതാണ്.
ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, ഞാനിതിനെ എക്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. മൈനസ് ഒമേഗ എ, ഈ എ ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്, റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എ എടുക്കുമ്പോൾ എ സ്ക്വയർ എന്ന് എഴുതണം. റൂട്ടിൻ്റെ ഉള്ളിൽ എ സ്ക്വയർ എന്ന് എഴുതണം. എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, എ സ്ക്വയർ എന്ന് എഴുതി. റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തപ്പോൾ എ അല്ല, എ സ്ക്വയർ. ഉള്ളിൽ വരുമ്പോൾ സ്ക്വയർ ആണ്, പുറത്ത് വരുമ്പോൾ എ വരും. ഓക്കെ, ഇനി എ സ്ക്വയർ ഞാനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഈ രണ്ട് ടേംസിനും കൊടുക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. എ സ്ക്വയർ ഞാൻ രണ്ട് ടേംസിനും കൊടുത്താണ്. ഇനി എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ, ഇതെന്താണ് ടേം? ഈ ടേം എന്താണ് നോക്കുക, എക്സിൻ്റെ സ്ക്വയർ ആണത്. ഇതിൻ്റെ സ്ക്വയർ അല്ലേ അത്? എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എക്സ് സ്ക്വയർ ആണ്. സോ നമുക്കിങ്ങനെ എഴുതാം, മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് വെലോസിറ്റിയുടെ എക്സിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ. വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എക്സ്. എന്താ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എക്സ് അല്ലേ? വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എക്സ്. എവിടെയാണ് വെലോസിറ്റി മാക്സിമം വരുന്നതെന്ന് അറിയോ? എക്സ് 0 വരുമ്പോൾ. എക്സ് 0 വരുമ്പോൾ വെലോസിറ്റി മാക്സിമം വരും. എത്ര വരും? മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ എത്ര എ ആണ്? മൈനസ് ഒമേഗ എ, അല്ലെങ്കിൽ ഒമേഗ എ എന്ന് പറഞ്ഞാലും മതി. മാഗ്നിറ്റ്യൂഡ് ഒമേഗ എ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇതാണ് വെലോസിറ്റിയുടെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ആക്സലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആക്സലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ നോക്കാം. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടു അല്ലേ? അത് നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് വെലോസിറ്റിയിൽ നിന്ന് ആക്സലറേഷനിലേക്ക് പോകണം. എങ്ങനെ ആക്സലറേഷൻ കിട്ടുക? ഡി വി ബൈ ഡി ടി. വെലോസിറ്റിയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടും. വെലോസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. മൈനസ് ഒമേഗ എ കോൺസ്റ്റൻ്റ് ആണ്. സൈനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. മൈനസ് ഉണ്ടോ? ഇല്ല. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. ഒമേഗ ടി പ്ലസ് 5 അല്ലേ? നമ്മൾ വെലോസിറ്റി ചെയ്ത് പറഞ്ഞായിരുന്നു. ഒമേഗ ടി പ്ലസ് 5യുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഒമേഗ ടി പ്ലസ് 5 ഡെറിവേറ്റീവ് എന്താണ്? ഒമേഗയാണ്. ഒമേഗ കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ ദിസ് ഇസ് മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ്, കണ്ടോ? ഒമേഗ ഇൻറ്റു ഒമേഗയാണ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത്. മൈനസ് ഇവിടെ ഉണ്ട്, എ ഉണ്ട്. കോസ് ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ ഇതാണ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ. ഓക്കെ, ഇൻ ടൈമിൻ്റെ ടേംസിൽ കേട്ടോ, ടൈമിൻ്റെ ടേംസിൽ. ഇനി നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. ഇതെന്താണ്? ഈ ടേം എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്താ? അത് എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ്റെ എക്സിൻ്റെ ടേംസിൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. എ കോസ് ഒമേഗ ടി പ്ലസ് 5 എക്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ. നമ്മൾ മുമ്പ് കണ്ടതാണ് അല്ലേ? ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ തന്നെ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം ആക്സലറേഷന്. സോ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ആക്സലറേഷൻ? ആക്സലറേഷൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. മാക്സിമം വാല്യൂ എത്രയാണ്? മൈനസ് ഒമേഗ സ്ക്വയറിൻ്റെ എ. കണ്ടോ? എക്സ് മാക്സിമം ആകണം. എക്സിൻ്റെ മാക്സിമം വാല്യൂ മൈനസ് ഒമേഗ സ്ക്വയർ എ. ഓക്കെ, അല്ലെങ്കിൽ മൈനസ് എന്ന് കൊടുത്താലും മതി. മൈനസ് കൊടുക്കുന്നത് പ്ലസ് ആവും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മതി. ഒമേഗ സ്ക്വയർ. വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ നമ്മൾ എത്ര കണ്ടത്? വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ ഒമേഗ എ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? അതിനെയാണ് നമ്മൾ എ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ആക്സലറേഷൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാം. ആക്സലറേഷൻ്റെ ഗ്രാഫ്, ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ആ ടേബിൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ടേബിൾ ഇതാ നമ്മൾ നേരത്തെ ഇതേപോലെ. ഫസ്റ്റ് എന്താണ്? ഒമേഗ ടി പ്ലസ് 5 ഫേസ് അല്ലേ? ഫേസ് ആംഗിൾ. 2 ആക്സലറേഷൻ. നോക്കാം, ഇവിടെ നമ്മൾ ഒമേഗ ടി പ്ലസ് ഏതൊക്കെ വാല്യൂ കൊടുക്കണം? 0 കൊടുക്കണം, 90 കൊടുക്കണം, 180 കൊടുക്കണം, 270 കൊടുക്കണം, 360 കൊടുക്കണം. ഓക്കെ, ഇനി 0 കൊടുത്താൽ ഒമേഗ ടി പ്ലസ് 5 0 കൊടുത്താൽ കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ എത്ര വാല്യൂ കിട്ടുക? മൈനസ് ഒമേഗ സ്ക്വയർ എ. ഓക്കെ, കോസ് 0 1 ആണ്. മൈനസ് ഒമേഗ സ്ക്വയർ എ. 90 കൊടുത്തു. ഒമേഗ ടി പ്ലസ് 5ക്ക് 90 കൊടുത്തു. കോസ് 90 എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇത് 0 ആയി പോകും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. കോസ് 180 എത്രയാണ്?
-1 ആണ്. -1 ഇൻറ്റു -ω²a. അപ്പോൾ അത് ω²a ആണ്, മൈനസ് പോവും. ωt + 5 270 കൊടുത്താലോ cos 270 0 ആണ്, അപ്പോൾ 0 ആയി പോവും. ഇനി 360 കൊടുത്താലോ 360 കൊടുക്കുമ്പോൾ cos 360 1 ആണ്, അപ്പോൾ 1 ഇൻറ്റു -ω²a -ω²a. നമുക്കിതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇതാ ωt + 5, ഇവിടെ ആക്സലേഷൻ. ഓക്കെ, നോക്കാം. 360, 180, 90, 270, 0 അല്ലേ. ആക്സലേഷന് മാക്സിമം വരുന്ന വാല്യൂ ഇതാണ്, ω² ആണ്. മിനിമം വരുന്ന വാല്യൂ ദാറ്റ് ഈസ് -ω²a. ഓക്കെ, -ω² ആണ്. ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. 0ൽ -ω². അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 0ൽ -ω², 90ൽ 0, 90ൽ 0, 180ൽ ω², 180ൽ ω². ഓക്കെ, 270ൽ 0, 270ൽ 0, 360ലോ -ω². ഇതാ ഇത് കണക്ട് ചെയ്ത് വരയ്ക്കട്ടെ. ഓക്കെ, എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഇവിടെ അല്ലേ. ഇതാ ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് ആക്സലേഷൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. ആക്സലേഷൻ -ω², 0, അങ്ങനെ. ഇതാണ് ആക്സലേഷൻ്റെ ഗ്രാഫ്. ഓക്കെ, ആക്സലേഷൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആക്സലേഷൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഫേസ് ഓഫ് എക്സ്, വി ആൻഡ് എ. പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സലേഷനും തമ്മിൽ ഫേസ് ഡിഫറൻസ്. നമ്മൾ 3 ഗ്രാഫ് നമ്മൾ കണ്ടു അല്ലേ. പൊസിഷൻ്റെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഗ്രാഫ് കണ്ടു, ഫേസ് അനുസരിച്ചുള്ള ഗ്രാഫ് കണ്ടു, വെലോസിറ്റിയുടെ ഗ്രാഫ് കണ്ടു, ആക്സലേഷൻ്റെ ഗ്രാഫ് കണ്ടു. അത് തമ്മിൽ കുറച്ച് ഫേസ് ഡിഫറൻസ് നിങ്ങൾ കണ്ടു അല്ലേ. ഇൻക്രീസ് ചെയ്യുന്ന ഡിക്രീസ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്, ഒരേപോലെയല്ല ഗ്രാഫ്. അപ്പോൾ ഞാനത് 3 ഗ്രാഫ് കൂടി ഒരുമിച്ച് വരച്ചതാണ്. നോക്കാം, പൊസിഷൻ്റെ ഗ്രാഫാണിത് കേട്ടോ, പൊസിഷൻ്റെ ഗ്രാഫാണിത്. വെലോസിറ്റി ഗ്രാഫ് നിൽക്കുകയാണ് ഈ ബ്ലൂ ലൈന്, വെലോസിറ്റിയുടെ ഗ്രാഫാണ്. പിന്നെ ആക്സലേഷൻ്റെ ഗ്രാഫാണ് ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക ആംപ്ലിറ്റ്യൂഡിൽ വരച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ വരച്ചിട്ടുള്ളത് ആക്സലേഷൻ്റെ ഗ്രാഫാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കാം. നിങ്ങൾ ഈ പാർട്ടിലൊന്ന് നോക്ക്, ഈ പാർട്ട് ഇതാ ഇൻക്രീസ് ചെയ്യുന്ന പാർട്ട് കണ്ട, ഇത് ആക്സലേഷൻ്റെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്ന പാർട്ടാണ്. ഇത് വെലോസിറ്റിയുടെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്ന പാർട്ടാണ്. ഇത് പൊസിഷൻ്റെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്ന പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ്, ആ ഇൻക്രീസ് ചെയ്യുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പോയിന്റ് നോക്കുക. പൊസിഷൻ ഇവിടെ ഉണ്ടാ 270ൽ അല്ലേ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു, പോസിറ്റീവിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. വെലോസിറ്റി 180ൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു, ആക്സലേഷൻ 90ൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ആക്സലേഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെയാണ്, വെലോസിറ്റി 180ലാണ് കണ്ട. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. ആക്സലേഷനും വെലോസിറ്റിയും തമ്മിൽ കണ്ട ഒരേപോലത്തെ പോയിന്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ട ഇൻക്രീസ് ചെയ്യുന്ന 0 ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റ് അല്ലേ, 0 ഇനി ഇൻക്രീസ് ചെയ്യണം, ആ ഒരു പോർഷൻ എടുത്തിട്ടുള്ളത്. ഇത് തമ്മിൽ എത്ര 90 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ട്, ഫേസ് ഡിഫറൻസ് ഉണ്ട്. 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട് കണ്ട. വെലോസിറ്റിയും പൊസിഷൻ തമ്മിൽ എന്തുണ്ട്, 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആക്സലേഷനും പൊസിഷൻ തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്, 180 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമുക്ക് പൊസിഷൻ, വെലോസിറ്റി, ആക്സലേഷൻ ഇവർ തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആര്? ഇവർ തമ്മിലോ വീണ്ടും വെലോസിറ്റി ആക്സലേഷൻ തമ്മിൽ വീണ്ടും 90 ഡിഗ്രി. അപ്പോൾ മൊത്തത്തിലോ പൊസിഷനും ആക്സലേഷൻ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വയ്ക്കാം, 1 മാർക്കായിട്ട് ചോദിക്കാം. ഓക്കെ, ഈ ഗ്രാഫൊന്നും നിങ്ങൾക്ക് വരയ്ക്കാനൊന്നും അറിയണമെന്നില്ല, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാം. പൊസിറ്റീവും വെലോസിറ്റിയും തമ്മിൽ 90 ഡിഗ്രി, വെലോസിറ്റി ആക്സലേഷൻ തമ്മിൽ 90 ഡിഗ്രി, പൊസിറ്റീവും ആക്സലേഷൻ തമ്മിൽ 180 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി
പൊട്ടൻഷ്യൽ എനർജി. യു എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജീനെ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ വർക്ക്, എനർജി ആൻഡ് പവർ എന്നുള്ള 6th ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ½ ആണ്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ½ ആണ്. അത് നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആ ഡെറിവേഷൻ വർക്ക്, എനർജി ആൻഡ് പവറിൻ്റെ ചാപ്റ്ററിലുള്ളതാണ്. എങ്കിലും ഞാനിവിടെ ചെയ്യാം. അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? നമ്മളൊരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ കേസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡയഗ്രാം വരയ്ക്കുക. ഏത് ഡയഗ്രാം വരയ്ക്കേണ്ടത്? സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ്. ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നിരിക്കാം, ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ നമുക്കറിയാം, ഇവിടെ തിരിച്ചാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? നമ്മളതിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ തിരിച്ചാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? -kx ആണ് അല്ലേ? ഈ ഫോഴ്സ് ഒരു കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമുക്ക് കാണേണ്ടത് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും എനർജി കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? വർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുക. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? ഈ ഫോഴ്സ് വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിക്കുക. ഇൻ്റഗ്രൽ FdX എന്നൊരു ഫോർമുല യൂസ് ചെയ്യണം. FdX. അപ്പോൾ ഇവിടെ റീസ്റ്റോറിങ് ഫോഴ്സ് നമ്മളിങ്ങനെ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഇതാണല്ലോ. അപ്പോൾ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം? നമ്മൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് KX ആണ്. അപ്പോൾ ഇതോ -kx, അത് സ്പ്രിങ് തിരിച്ചു വലിക്കുന്നതല്ലേ. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. അതെത്രയാണ്? KX ആണ്. ആ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്ന വർക്കാണ്, അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ KX dx, എഫിന് വരെ എന്തെടുത്തു? KX dx. ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നു? ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട്, എക്സ് അനുസരിച്ച് മാറുന്ന ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് വെറുതെ വർക്ക് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ എഫിന് വരെ KX കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം, X dx. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. X dxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഒന്ന് പഠിച്ചു വയ്ക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. x²/2 ആണ്. അപ്പോൾ ½ എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ½ എന്ന് കിട്ടി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ്. ഈ പൊട്ടൻഷ്യൽ എനർജിനെ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ MgH അത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ. എല്ലാവർക്കും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ MgH ഓർമ്മ വരുന്നത്. അത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓരോ ഫോഴ്സിനും, എല്ലാ കൺസർവേറ്റീവ് ഫോഴ്സിനും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എല്ലാ കൺസർവേറ്റീവ് ഫോഴ്സിനും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് ഉണ്ട്, ആ ഫോഴ്സിൻ്റെ പേരിൽ അറിയപ്പെടുക. ഇത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, സ്ട്രെയിൻ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ½ അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതിക്കോട്ടെ, ½. ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാൻ പോവാം. കൈനറ്റിക് എനർജി നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ K കൊണ്ട് ഡിനോട്ട് ചെയ്യാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ½ ആണ്. ഞാൻ V² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. നമുക്ക് Vയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? Vയുടെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലോ, -ω ഇൻറ്റു √A² - x² നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ? Vയുടെ ഇക്വേഷൻ നമ്മൾ -ω √A² - x² ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കൊടുത്താൽ മതി. അപ്പോൾ V² എന്താ വരിക? V² ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോവും, ω² വരും, ഈ റൂട്ട് പോവും, A² - x² വരും. ഓക്കെ, ω² A² - x². എന്ത് ഈ mω²? നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. ω² K/m ആണ്. അപ്പോൾ mω² എന്താണ്? mω² K ആണ്. അപ്പോൾ ദിസ് ഈസ് ½ K ഇൻറ്റു A² - x². ഓക്കെ,
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഈ കെ എന്നുള്ളത് കൈനറ്റിക് എനർജിയുടെ കെ ആണ്, ഇത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് കെ ആണ്. സംശയം വരരുത് കേട്ടോ. കൈനറ്റിക് എനർജിയുടെ കെ ആണ്, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് കെ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ടോട്ടൽ എനർജി എത്രയാണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്നുള്ളത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി എത്രയാണ് നമുക്ക് കിട്ടി? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഹാഫ് കെ നമുക്ക് കോമൺ ആയിട്ട് നിർത്താം. ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ഹാഫ് കെ കഴിഞ്ഞുള്ളത് എക്സ് സ്ക്വയർ ആണ്. മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഹാഫ് കെ എ സ്ക്വയർ എന്ന് കിട്ടാം. ഹാഫ് കെ എ സ്ക്വയർ കണ്ട, ഇത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടോട്ടൽ എനർജി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് അല്ലേ. ടോട്ടൽ എനർജി നിന്ന് താഴെ എഴുതാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. ഇത് എക്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് എ കോൺസ്റ്റൻറ്റ്. ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടി, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കിട്ടി, ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി ഇത് തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഇത് തമ്മിൽ നമുക്കൊരു ഈ അല്ലേ എക്സും ഇത് തമ്മിൽ ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജിയും എക്സിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി വേഴ്സസ് എക്സ് ഗ്രാഫ്. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എക്സ് അനുസരിച്ച് എങ്ങനെ എനർജി വേരി ചെയ്യുന്നു അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? U = ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സീറോയിൽ എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി? എക്സിന് 0 കൊടുത്തു. എക്സ് 0, പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0 അല്ലേ. എക്സിന് 0 കൊടുത്താൽ 0 ആണ്. ഇതാ ഇവിടെ എക്സിന് ഞാൻ മൈനസ് എ കൊടുത്തു. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മൈനസ് എയുടെ സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ ആണ്. ഹാഫ് കെ എ സ്ക്വയർ. ഓക്കെ, ഹാഫ് കെ സ്ക്വയർ. എക്സിന് ഞാൻ പ്ലസ് എ കൊടുത്തു. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പ്ലസ് എ കൊടുത്താലും എക്സ് സ്ക്വയർ വരുമ്പോൾ എ സ്ക്വയർ തന്നെയാണ് വരിക. അപ്പോൾ ഹാഫ് കെ എ സ്ക്വയർ കണ്ടോ, 2 ഹാഫ് കെ സ്ക്വയർ. ഇവിടെ മൈനസ് എയിലും ഹാഫ് കെ എ സ്ക്വയർ ആണ്. ഇതാണ് വാല്യൂ എന്ന് വിചാരിക്കുക. ഈ 2 വാല്യൂയിൽ ഇത് ഹാഫ് കെ എ സ്ക്വയർ ഇതാണെന്ന് വിചാരിച്ചോളൂ. ദിസ് ഈസ് ദ ഹാഫ് കെ എ സ്ക്വയർ വാല്യൂ. അപ്പോൾ മൈനസ് എയിലും പ്ലസ് എയിലും ഹാഫ് കെ സ്ക്വയർ ആണ്. 0യിൽ എത്രയാണ്? 0യിൽ ഇത് 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ 2 അറ്റങ്ങൾ ഇതും ഈ 3 പോയിൻ്റാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇക്വേഷൻ നോക്കിയാൽ അറിയാം, ഇത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ വരുമ്പോൾ ഒരു പരാബോളിക് ഇക്വേഷൻ ആണ് വരിക. y = എക്സ് സ്ക്വയർ മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പരാബോളയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ യോജിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ പരാബോളിക് ആയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. ഇനി കൈനറ്റിക് എനർജി നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി കെ. എന്താ ഇക്വേഷൻ? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. എക്സ് 0യിൽ എത്രയാണ് കൈനറ്റിക് എനർജി? എക്സ് = 0 കൊടുത്താൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് കെ ഇൻറ്റു എക്സിന് 0 കൊടുത്തു. അപ്പോൾ ഈ ടൈം പോയി. ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ, ആ മാക്സിമം വാല്യൂ. ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ. ഇവിടെ നിങ്ങൾ കണ്ടു, ഇത് മാക്സിമം ആണ് അല്ലേ, ഇത് മാക്സിമം ആണ് അല്ലേ, ഇത് മിനിമം ആണ് 0. മാക്സിമം. ഇനി എക്സ് = മൈനസ് എ കൊടുത്താലോ? മൈനസ് എ കൊടുത്താലും പ്ലസ് എ കൊടുത്താലും ഒരേപോലെ, കാരണം എക്സ് സ്ക്വയർ ആയതുകൊണ്ട്. മൈനസ് എ കൊടുത്താൽ എന്ത് വരും? കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എ സ്ക്വയർ അല്ല വരിക. മൈനസ് എ കൊടുത്താലും പ്ലസ് എ കൊടുത്താലും എ സ്ക്വയർ വരിക. അപ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 ആയിപ്പോവും. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആയിപ്പോവും. എക്സ് = പ്ലസ് എയിലും അത് തന്നെയാണ് സംഭവിക്കും. കൈനറ്റിക് എനർജി 0 ആയിപ്പോവും. അപ്പോൾ കൈനറ്റിക് എനർജി എവിടെയാണുള്ളത്? 0യിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണ് ഈ വാല്യൂ. മൈനസ് എയിലും പ്ലസ് എയിലും, മൈനസ് എയിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0 ആണോ? പ്ലസ് എയിലും കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0 ആണോ? ഓക്കെ, അപ്പോൾ ഈ 3 പോയിൻ്റാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അല്ലേ. ഈ 3 പോയിന്റ് ജോയിൻ ചെയ്യണം. എങ്ങനെ ജോയിൻ ചെയ്യണം? ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് നോക്കി അറിയാം, എക്സ് സ്ക്വയറിലാണ്. പരാബോളിക് ആയിട്ട് ജോയിൻ ചെയ്യണം. സ്ട്രേറ്റ് ലൈൻ ആക്കരുത്, പരാബോളിക് ആണ്. സോ വി ഹാവ് ടു ജോയിൻ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ പോയിന്റ് ഞാൻ വെച്ചോളൂ. ഇങ്ങനെ നമ്മൾക്ക് ഇതിനെ ജോയിൻ ചെയ്യണം.
ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഉണ്ടോ? ഇനി ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഇത് കൈനറ്റിക് എനർജിയാണ് നമ്മൾ പറഞ്ഞത്, ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ്. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ടോട്ടൽ എനർജി? ഇത് രണ്ടും കൂടി സം ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഹാഫ് കെ എ സ്ക്വയർ, എപ്പോഴും ഹാഫ് കെ എ സ്ക്വയർ ആണ് ടോട്ടൽ എനർജി. ഹാഫ് ഇൻറ്റു ഇത് സ്മോൾ കെ ആണ്, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, ഹാഫ് കെ എ സ്ക്വയർ. അത് എപ്പോഴും ഹാഫ് കെ എ സ്ക്വയർ ആണ് കേട്ടോ. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, അത് കോൺസ്റ്റൻ്റ് ആണ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഏതാ കോൺസ്റ്റൻറ്റ്? ദാറ്റ് ഈസ് ഹാഫ് കെ എ സ്ക്വയർ. അത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എക്സും എനർജിയും തമ്മിലുള്ള ഗ്രാഫ്. എക്സും എനർജിയും തമ്മിലുള്ള ഗ്രാഫ് ഇതാണ്. ഇനി ഇതിൽ നിന്ന് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ പോയിന്റ് ഏതാണ്? ഈ പോയിന്റിൽ എക്സ് എത്രയാണ്, അല്ലെങ്കിൽ ഈ പോയിന്റിൽ എക്സ് എത്രയാണ്? രണ്ടും ഒരുമിച്ച് കണ്ടുപിടിക്കാം. എന്താ ഈ പോയിന്റ് പ്രത്യേകത? അവിടെ രണ്ട് എനർജി കണ്ടോ, ക്രോസ് ചെയ്യുന്നുണ്ട്. രണ്ട് എനർജി ഈക്വലാണ്. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഈക്വലാണ്. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരേ വാല്യൂ ആണ്. മനസ്സിലായി? ഈ പോയിന്റിൽ, അതേപോലെ ഈ പോയിന്റിലും കണ്ട ഈ രണ്ട് എനർജിയും കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫും കൈനറ്റിക് എനർജിയുടെ ഗ്രാഫും ക്രോസ് ചെയ്യുന്ന പോയിന്റ്. ആ പോയിന്റ് ഏതാണ്? നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി വരുന്ന പോയിന്റ് ആണത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി വരുന്ന പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഹാഫ് കെ ഇൻറ്റു, നോക്കുക ഈ ബ്രാക്കറ്റ്, ഓക്കെ, ഹാഫ് കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ മൈനസ് എക്സ് സ്ക്വയർ അങ്ങോട്ട് എടുക്കുമ്പോൾ 2x സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. അപ്പോൾ എക്സ് എത്രയാ? റൂട്ട് എടുക്കുക, എ സ്ക്വയർ ബൈ 2ൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ എ സ്ക്വയറിൻ്റെ റൂട്ട് എ, 2ൻ്റെ റൂട്ട് √2 ഇങ്ങനെ വരാം. ഇവിടെ പ്ലസ് ഓർ മൈനസ് വരാം, കാരണം റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് വാല്യൂ വന്നാലും മൈനസ് വാല്യൂ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ വേണ്ട, ഇതാണ് അതിൻ്റെ വാല്യൂ. ഏതാ എക്സ് വാല്യൂ? പ്ലസ് ഓർ മൈനസ് എ ബൈ √2. ഇങ്ങനെ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 2 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി വന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്യാം. 3 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ, പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷനിൽ അതൊക്കെ വരും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ഗ്രാഫ് ഒന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോയിന്റ് ഏതാ? മൈനസ് എ ബൈ √2. ഈ പോയിന്റ് ഏതാ? പ്ലസ് എ ബൈ √2. ഓക്കെ, ഇതാണ് ഒരു ഗ്രാഫിൻ്റെ അനാലിസിസ്. അപ്പോൾ രണ്ടറ്റങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്, ആ മാസ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ, സ്പ്രിംഗ് മാസ് സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ രണ്ടറ്റങ്ങളിൽ ഏത് മാക്സിമം ആണ്? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് ദ എക്സ്ട്രീം പോയിന്റ്സ്. ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ രണ്ടറ്റങ്ങളിൽ ഈ അറ്റത്തും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. നടുക്ക് പൊട്ടൻഷ്യൽ എനർജി എത്രയാ? 0 ആണ്. കൈനറ്റിക് എനർജി എവിടെ മാക്സിമം ഉള്ളത്? കൈനറ്റിക് എനർജി ഇക്വിലിബ്രിയം പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അറ്റങ്ങളിൽ കൈനറ്റിക് എനർജി എത്രയാ? 0 ആണ്. നിങ്ങൾക്കറിയാം, ഒരു സിമ്പിൾ പെൻഡിൽ ആലോചിച്ച് നോക്കുക. സിമ്പിൾ പെൻഡിൽ ഏറ്റവും സ്പീഡിൽ, അല്ലെങ്കിൽ ഒരു ഊഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന എവിടെയാ? നടുക്കാണ് ഏറ്റവും സ്പീഡുള്ളത്. വെലോസിറ്റി മാക്സിമം, കൈനറ്റിക് എനർജി മാക്സിമം എവിടെയാണ്? ആ നടുക്ക് ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം സ്പീഡിൽ പോകും. സ്പ്രിംഗ് മാസ് സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അത് അറ്റങ്ങളിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ പോയി ടേണിംഗ് പോയിന്റ് അല്ലേ, അവിടെ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് മാക്സിമത്തിൽ പോവുക. പിന്നെ മനസ്സിലായ നടുക്കുള്ള പോയിന്റിലാണ് മാക്സിമം സ്പീഡിൽ പോവുക. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി അതേസമയം തന്നെ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു ഡിസ്കഷൻ. ഓക്കെ, അടുത്ത പാർട്ടിൽ നമുക്ക് സിമ്പിൾ പെൻഡുലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.